ഹായ്, നമ്മുടെ സാക്രഡ് സ്പേസിലേക്ക് എല്ലാവരും വെൽക്കം ചെയ്യുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ സോൾ എന്താണ്, അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ മൈൻഡ് എങ്ങനെയാണ് വർക്ക് ചെയ്യുക, ഇത് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഈ ഒരു ജേർണിയിൽ നമ്മൾ അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട എന്നൊരു കാര്യമാണ് നമ്മുടെ സോളിൻ്റെ പർപ്പസ് എന്താണെന്നുള്ളത്. അപ്പോൾ ഈ സോള് അതിൻ്റെ ഒരു അൾട്ടിമേറ്റ് ലക്ഷ്യം എന്ന് പറയുന്നത് ഈ ഒരു ലൈഫിൽ നിന്നും എക്സ്പീരിയൻസ് എടുത്തിട്ട് എല്ലാവരിൽ നിന്നും ഉള്ള ഒരു മോചനമാണ്, ഒരു ഫ്രീഡമാണ്, മോക്ഷമാണ് ആഗ്രഹിക്കുന്നത്. അതാണ് സോളിൻ്റെ ഒരു അൾട്ടിമേറ്റ് പർപ്പസ് എന്ന് പറയുന്നത്. മൈൻഡ് ഓറിയൻറ്റഡ് ആയിട്ട് നമ്മൾ ചിന്തിക്കുന്ന സമയത്താണ് നമ്മളിൽ ഒരുപാട് ആഗ്രഹങ്ങൾ വരുന്നത്, നമ്മൾ ആഗ്രഹങ്ങളുടെ പുറകെ റണ്ണ് ചെയ്യുന്നത്. അപ്പോൾ സോളിനെ സംബന്ധിച്ചിടത്തോളം ആഗ്രഹ പൂർത്തീകരണം സംഭവിക്കണം മോക്ഷത്തിലേക്ക് കിടക്കാനായിട്ട്. അതുപോലെ തന്നെ ലൈഫ് ലെസൺസുകൾ എടുക്കണം, ഇതൊക്കെയാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ജേർണിയിൽ എന്തിനെയെങ്കിലും ഹോൾഡ് ചെയ്യാനോ അല്ലെങ്കിൽ എന്തിനെയെങ്കിലും കൺട്രോൾ ചെയ്യാനോ അല്ലെങ്കിൽ എന്തിൻ്റെയെങ്കിലും ഓണർഷിപ്പ് നമ്മളുടെ കൈവശമാക്കി വെക്കുന്നതിന് ഒന്നുമല്ല ഈ ഒരു ജേർണി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളുടെ അൾട്ടിമേറ്റ് ലക്ഷ്യം എന്താണ്? നമ്മളുടെ സോളിൻ്റെ പ്യൂരിഫിക്കേഷനാണ്. അപ്പോൾ അത് നമുക്ക് സാധ്യമാക്കാനുള്ള എല്ലാ ചാൻസും നമ്മളുടെ DM നമുക്ക് തുറന്നിട്ട് തരികയാണ് ഈ ഫിസിക്കൽ വേൾഡിൽ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഒരു പർട്ടിക്കുലർ ടൈമിന് ശേഷം എന്താണ് പറയുക, നമുക്ക് ആ ഒരു ഫിസിക്കൽ ഫോമിനെ നമുക്ക് അട്രാക്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ നമ്മളതിനെ കൈവശം വയ്ക്കാനോ അല്ലെങ്കിൽ നമ്മളതിനെ കൺട്രോൾ ചെയ്യാനോ ചെയ്യുന്ന സമയത്ത് നമ്മൾ കൂടുതൽ സഫർ ചെയ്യുമെന്നല്ലാതെ നമുക്കതുകൊണ്ട് യാതൊന്നും കിട്ടാനായിട്ട് പോകുന്നില്ല. സോ നമ്മളുടെ ഈ ഒരു ജേർണിയിൽ ഈ ഒരു ലൈഫിൻ്റെ ട്രൂത്ത് നമ്മൾ മനസ്സിലാക്കുക. ആ ഒരു ട്രൂത്തിൽ നിന്നുകൊണ്ട് നമ്മളുടെ ധർമ്മം എന്താണ്, സോളിൻ്റെ പ്യൂരിഫിക്കേഷനാണ്, അത് നമ്മൾ നല്ല ഭംഗിയായിട്ട് നിർവഹിക്കുക എന്നുള്ളതാണ് നമ്മളുടെ റെസ്പോൺസിബിലിറ്റി. അപ്പോൾ അതോടൊപ്പം നമ്മൾ ആ ഒരു കറക്റ്റ് റൂട്ടിൽ, ട്രൂത്തിൻ്റെ പാതയിൽ നമ്മൾ സഞ്ചരിക്കുന്ന സമയത്ത് നമുക്ക് യോജിച്ചതെല്ലാം നമ്മളിലേക്ക് അലൈൻമെൻ്റായിട്ട് സെറ്റിലാവുന്ന നമുക്ക് കാണാനായിട്ട് സാധിക്കും. സോ നമ്മൾ ഒന്നിൻ്റെ പുറകെയും ചേസ് ചെയ്യാതിരിക്കുക, അല്ലെന്നുണ്ടെങ്കിൽ എന്തിനെങ്കിലും ഹോൾഡ് ചെയ്യാനോ അല്ലെങ്കിൽ എന്തിനെങ്കിലും കൈവശപ്പെടുത്താനോ കൺട്രോൾ ചെയ്യാനോ ഒന്നും നമ്മളുടെ ഡ്യൂട്ടി അല്ല എന്ന് മനസ്സിലാക്കുക. നമ്മൾക്ക് ഉണ്ടാകുന്ന ഹർട്ട്, ഇമോഷണൽ പെയിന്, അല്ലെന്നുണ്ടെങ്കിൽ പ്രൊവോക്കിങ്, ഇതിലൊക്കെ നമ്മൾ നല്ല രീതിയിൽ പണിയെടുക്കണം. അതായത് സെൽഫ് ഹീലിംഗ് തന്നെ ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മളുടെ ഫിസിക്കൽ ഫോമിൽ DM നമുക്ക് ഇട്ട് തരിക മാത്രമാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനെ ഐഡൻറ്റിഫൈ ചെയ്യുക. അപ്പോൾ എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ജേർണി നമ്മൾ മൈൻഡ് ഓറിയൻറ്റഡ് ആയിട്ട് മാത്രം ചിന്തിച്ച് പോവുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ലൂപ്പാണ്. ഈ ലൂപ്പിൽ നിന്ന് നിങ്ങൾ ആഗ്രഹിക്കാതെ വേറൊരാൾക്ക് നിങ്ങൾക്ക് ഇതിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കത്തില്ല. സോ എനർജി ലെവലിൽ ഷിഫ്റ്റ് സംഭവിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു മാനസിക തലത്തിൽ നിന്ന്, അതിൻ്റെ കെട്ടുപാടുകളിൽ നിന്ന്, ആ ലൂപ്പിൽ നിന്ന് നിങ്ങൾക്ക് പുറത്തേക്ക് വരാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെ വന്നെങ്കിൽ മാത്രമേ എന്താണ് ഈ ഒരു ജേർണി കൊണ്ട് ഉദ്ദേശിച്ചത് എന്ന് നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായിട്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കത്തുള്ളൂ. സോ എനിക്ക് പറയാനായിട്ടുള്ളത്, ഒരിക്കലും നമ്മൾ മൈൻഡ് ഓറിയൻറ്റഡ് ആയിട്ട് മുന്നോട്ട് പോകേണ്ട ഒരു യാത്രയല്ല ഇത്. നമ്മൾ സോൾ ലെവലിലായിരിക്കണം നമ്മളുടെ ചിന്ത എപ്പോഴും. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കറക്റ്റ് ട്രൂത്തിൽ അലൈൻമെൻറ്റ് ചെയ്തിട്ട് ഈ ഒരു ജേർണി നമുക്ക് സ്മൂത്തായിട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കൂ. സോ സോൾ ലെവലിൽ ചിന്തിക്കുക. എന്ത് കാര്യം സോൾ ലെവലിൽ ചിന്തിക്കുമ്പം നമുക്കൊരിക്കലും മൈൻഡിൽ ഹെവിനെസ് തോന്നുകയില്ല, ചെസ്റ്റിൽ ഭാരം തോന്നുകയില്ല, ബ്രെയിനിൽ നമുക്ക് ഒരുപാട് ചിന്തകൾ ഇങ്ങനെ പോകുന്നതായിട്ടൊന്നും അങ്ങനെയൊന്നും സംഭവിക്കുന്നില്ല. സോ നമ്മൾ സോൾ സ്ഥലത്തിലാണെന്നുണ്ടെങ്കിൽ, ആ ഒരു ലെവലിലാണ് നമ്മളുടെ ചിന്തയെങ്കിൽ നമ്മളുടെ ഹൃദയം ലൈറ്റ് വെയിറ്റ് ആവും. അതായത് നമ്മുടെ ഹാർട്ട് ചക്രം ഒരുപാട് ഓപ്പൺ ആവും. നമുക്ക് എല്ലാവരോടും സ്നേഹമായിരിക്കും ഉണ്ടാവുക. മനസ്സിലാക്കാനുള്ള ക്ലൂ ആണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മളുടെ തേർഡ് ഐ ചക്ര ആക്റ്റീവ് ആവുന്നത് കൊണ്ട് തന്നെ ഇൻറ്റ്യൂഷൻ പവർ നമ്മളിൽ കൂടുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. അതുപോലെ നമ്മുടെ ക്രൗൺ ചക്ര ഓപ്പൺ ആകുന്നത് വഴി ആ ഭാഗത്തുള്ള നെർവസ് സിസ്റ്റം കംപ്ലീറ്റ് ഓപ്പണായി നമുക്ക് നല്ലൊരു ശീതളിമ, ഒരു കുളിർമ അനുഭവപ്പെടും ആ ഒരു ഭാഗത്ത്. അത് ഈ ഒരു 3 ചക്രാസും ആക്റ്റീവ് ആകുന്നതോടുകൂടെ നമുക്ക് പ്രസൻറ്റ് മൈൻഡിലായിരിക്കാൻ, നമ്മളുടെ ബ്രീതിങ്ങിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. നല്ലൊരു പീസിൽ നമ്മളായിരിക്കുന്നത് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് സാധിക്കും. സോ ഇത്രയുമാണ് അതിൻ്റെ സൈൻ എന്ന് പറയുന്നത്. സോ വീണ്ടും കാണുമ്പോഴേക്കും എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് വീണ്ടും കാണുമ്പോഴേക്കും ടാറ്റ, ബൈ ബൈ.